അപ്പോൾ ആണുങ്ങൾ പൊതുവേ ഇത് വളരെ പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. ഭയങ്കരമായിട്ട് ഒരു പാനിക്കാവും. മാസ്റ്റർബേഷൻ നിർത്താൻ പറ്റാതെ കണ്ടിന്യൂസ് ആയിട്ട് വേണം എന്നുള്ള സ്ത്രീകളുണ്ട്. ആണുങ്ങൾക്ക് മാത്രമാണ് സെക്സ് വേണ്ടത്, അല്ലെങ്കിൽ ഇതെന്തോ മ്ലേച്ഛതരമാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. എത്രത്തോളം അത് ഫിസിക്കൽ പ്രോബ്ലം കൊണ്ട്, എത്രത്തോളം അത് ഇമോഷണലി റൂട്ടഡ് ആണ്. സ്മോക്ക് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും, ക്യാൻസർ വരും. നോബഡി കെയർസ്, ബട്ട് ആക്ച്വലി സെക്ഷൽ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. അങ്ങനെയുള്ള ആണുങ്ങളെയാണ് ഇപ്പോൾ ആക്ച്വലി കുറേ ആൾക്കാർ ആൽഫമെയിലിനാണ് ഇപ്പോൾ വേണ്ടാത്തത്. ഇന്റിമസി ഒരു ലോങ് ടേമിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. രാത്രി ആവണം, ഇരുട്ടാവണം, ബെഡ്റൂം ആവണം, അങ്ങനെ ഇല്ല. ഐ വുഡ് സേ ഒരു 3 റിലേഷൻഷിപ്പ് എങ്കിലും കഴിയുമ്പോഴാണ് നിങ്ങളൊന്ന് സെറ്റ് ആവുന്നതെന്ന്. നമ്മുടെ കൺട്രോളിലുള്ള ഒരാളൊന്നുമല്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും പോകേണ്ടവരൊക്കെ പോവും, നിൽക്കേണ്ടവരൊക്കെ നിൽക്കും. ഇനി സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് കൺസെൻറ്റ്. ആണുങ്ങളും കൺസെൻറ്റ് കൊടുക്കണം. ആണുങ്ങളും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം. ഗ്രീൻ ഫ്ലാഗ്സും റെഡ് ഫ്ലാഗ്സും ഒക്കെ നോക്കി നടക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ തന്നെ ഗ്രീൻ ഫ്ലാഗ്സും റെഡ് ഫ്ലാഗ്സും അറിയാന്നുള്ളതാണ്. അപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഒരു റിലേഷൻ എന്ന് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുക? അവിടെയാണ് അത് റെപ്പറ്റേറ്റീവായിട്ട് നമുക്കൊരു ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എക്സൽസിൽ നടക്കുന്ന പോലെ നമുക്ക് മനസ്സിലാവും. നമ്മൾ അൺകംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു പ്രശ്നമാണ്, ഞാൻ ഹാപ്പി അല്ല. കണ്ടിന്യൂസ്ലി ഹാപ്പി അല്ലാത്തൊരു റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ യൂഷ്വലി പറയും ഹെൽപ്പ് എടുക്കാൻ, അതായത് സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കാൻ തന്നെ കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. ഹെൽപ്പ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ആണുങ്ങൾക്കുണ്ട്. അവരുടെ ഒരു ഈഗോ പലപ്പോഴും സമ്മതിക്കില്ല എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൂടുതൽ, ഇപ്പോൾ സെക്ഷൽ പ്രശ്നങ്ങളും കൂടിയാണല്ലോ, അപ്പോൾ കൂടുതൽ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത് മെയിൽ ആണോ അതോ ഫീമെയിൽ? ഓക്കെ, സോ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് കൂടുതലും വന്നിരുന്നത് ആണുങ്ങളാണ്. ഓക്കെ, സെക്ഷൽ പ്രോബ്ലംസ് ആയതുകൊണ്ട്. ഓക്കെ, സോ കാര്യം സെക്ഷൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ പറയുക, ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഒരു പ്രിമച്യൂർ ഇജാക്കുലേഷൻ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആണുങ്ങൾ കൂടുതൽ ഒബ്വിയസ്ലി, കാര്യം അവരുടെ ഭയങ്കര വിസിബിൾ ആണ്. അപ്പോൾ അത് കാരണം അത് വരും. അപ്പോൾ ആണുങ്ങൾ പൊതുവേ ഇത് വളരെ പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരു സെക്ഷൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു പാനിക്കാവും. അപ്പോൾ ഇത് തീർന്നു ലൈഫ് എന്ന രീതിയില്ല. അപ്പോൾ ലൈക്ക് ഇറ്റ്സ് വെരി പേഴ്സണൽ ഫോർ ദം. അപ്പോൾ അത് കഴിഞ്ഞ് പാനിക്കായിട്ടൊക്കെ വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഡോക്ടർ ഞാൻ ചത്ത് കളയും, എനിക്ക് എന്തെങ്കിലും തന്ന് എന്നെ ശരിയാക്കിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞു എൻ്റെ പിന്നെ അങ്ങനെയൊന്നും പറയല്ലേ, സൂയിസൈഡ് വരുന്ന എത്താറായിട്ടില്ല, ഒരു 2 ആഴ്ച സമയം തരുമെന്നൊക്കെ പറയും. അപ്പോൾ എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ഒരു ഒന്നാമത്തെ കാര്യം നമ്മൾ അങ്ങനെ സ്റ്റിഗ്മറ്റൈസ്ഡ് ആണല്ലോ ആണുങ്ങളെന്ന് പറഞ്ഞാൽ, ആണത്തം. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ എനിക്ക് ഓൾ ഓവർ ഇന്ത്യ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ പഞ്ചാബിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ നമുക്ക് വീഡിയോ കോളൊക്കെ ആകുമ്പോൾ മീശയ്ക്ക് ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കും. കാര്യം അവർക്ക് ആ ഒരു ആണത്തം ഇത് ഇന്റർ റിലേറ്റഡ് ആണെന്നുള്ളൊരു തോന്നൽ കാരണം. കാര്യം എനിക്ക് ആണത്തം കുറവൊന്നുമില്ല കേട്ടോ, ഇത് എനിക്ക് ഒരു പ്രശ്നം കേട്ടോ എന്ന്. അപ്പം ഞാൻ പറയും ഇത് ഇങ്ങനെ അല്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ആണുങ്ങളെ കുറിച്ച് പറയുമ്പോഴേ അവർ പൊതുവേ ഇമോഷൻസ് ഇല്ല, ഭയങ്കര ഇതാണെന്നൊക്കെ പറയുമല്ലോ. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ ഓർഗനാണ് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ആൾക്കാർ ഇത്ര ഇമോഷൻസ് കാണിക്കാറില്ലെങ്കിലും ഓർഗൻ അങ്ങനെയൊന്നും ഇല്ല. ഹാപ്പി, എക്സൈറ്റഡ്, ഇറ്റ് ഷോസ് അപ്പ്. ആങ്ഷ്യസ് ആണ്, സാഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ഇൻസൈഡ്. ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ഒരു നേച്ചറാണ്. കാര്യം അത് വളരെ റോ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സെക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇവർക്ക് ടെൻഷൻ വന്നാൽ പോയി, അല്ല വിഷമം വന്നിരിക്കുമ്പോൾ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഇമോഷണലായിട്ട് എല്ലാം കാണിക്കുന്ന ഒരു ഓർഗനാണ് മെയിൽ ഓർഗൻ എന്ന് പറയുന്നത്, സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. സ്ത്രീകൾ ആ സമയത്തൊക്കെ എനിക്ക് വളരെ കുറവായിരുന്നു. വൺസ് ഇൻ എ വൈലൊക്കെ വരും. അപ്പോൾ വരുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹായ്, ഫീമെയിൽസ് വരുന്നുണ്ടല്ലോ സെക്ഷൽ പ്രോബ്ലംസിന്. ഞാൻ അവരോട് പറയും നിങ്ങളാണ് കേട്ടോ കുറേ നാൾ കൂടിയിട്ട് ഞാൻ കാണുന്നത് എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒത്തിരി സ്ത്രീകൾ വരാറുണ്ട്. ഇപ്പോൾ ഐ വുഡ് സേ ലൈക്ക് 50-50. ഓക്കെ, അത്രയ്ക്കധികം വരാറുണ്ട്. കാര്യം സ്ത്രീകളുടെ പ്രശ്നങ്ങളും കേൾക്കാൻ ആൾക്കാരുണ്ട്, അവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. കാര്യം ഒന്നാമത്തെ കാര്യം ഈ സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആണുങ്ങളെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ സ്ത്രീകൾക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്, അവർക്കും ആഗ്രഹങ്ങളുണ്ട്, അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ഡിസയർ ഉണ്ട്. ഇപ്പോൾ ഡിസയറിൻ്റെ കാര്യം പറയുമ്പോഴേക്കും നമ്മളെല്ലാവരും വിചാരിക്കുക എന്താ, ഒരു കണ്ടീഷനിങ് ആണ്. ഡിസയർ കൂടുതലുള്ള ആണുങ്ങൾക്കാണ്.
ആണുങ്ങൾക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. തിരിച്ചെത്രയോ കേസസ് ഉണ്ട്. ഓക്കെ, സ്ത്രീകൾക്ക് എല്ലാ ദിവസവും വേണം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മിനിമം ഇല്ലാതെ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് ഒരു 4 മാസം കൂടുമ്പോൾ മാത്രം റെഡിയാവുന്ന ഭർത്താക്കന്മാരുണ്ട്. ഈ പറഞ്ഞ പോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ഒരു ഡിസയർ ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ എടുത്തിട്ട് ഓക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ 2 ജെൻഡറിനും കേട്ടോ. ഈ എന്താ നമ്മുടെ തൈറോയിഡ്, ഡയബറ്റിസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസയറിന് പ്രോബ്ലംസ് വരാം, ഇറക്ഷൻ പ്രോബ്ലംസ് വരാം, സബ്സ്റ്റൻസ് അബ്യൂസിൽ വരാം. ഓക്കെ, പിന്നെ ഈ ആൻറ്റി ഡിപ്രസൻസ്, ആൻറ്റി സൈക്കോട്ടിക്, സൈക്കാട്രിക് മെഡിസിൻസ് എസ്പെഷ്യലി അതിൽ ഡിസയർ എഫക്റ്റഡ് ആകാം, സെക്ഷൽ ഡിസ്ഫങ്ഷൻ കുറച്ച് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ അവെയർ ആകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളത് കൊടുക്കുമ്പോൾ അവരോട് പറയുക ഇങ്ങനെ ഉണ്ടാവാം, അതങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഹെൽപ്പിനുള്ള മരുന്ന് കൊടുക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ കമ്പൾസറി മാസ്റ്റർബേഷനായിട്ട് വരാറുണ്ട്. മാസ്റ്റർബേഷൻ നിർത്താൻ പറ്റാതെ കണ്ടിന്യൂസ് ആയിട്ട് വേണം എന്നുള്ള സ്ത്രീകളുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെന്താ മാസ്റ്റർബേഷൻ ആണെങ്കിലും മാത്രമല്ല എന്ന രീതിയിലൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഒരു സ്ത്രീക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വേർ വുഡ് ഷീ ഗോ? ആരോട് പോയി പറയും? പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്? ഇതുകൊണ്ടാണ് ആൾക്കാർ കാണിക്കാൻ വരാത്തത്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ആൾക്കാർ പുറത്ത് പറയാത്തത്, അതുകൊണ്ടാണ് ആരും അറിയാത്തത്. അല്ലാതെ ഇത് ആണുങ്ങൾക്ക് മാത്രമാണ് സെക്സ് വേണ്ടത്, അല്ലെങ്കിൽ ഇതെന്തോ മ്ലേച്ഛതരമാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് ഒരു ആള് ഒരു സെക്ഷൽ ഇഷ്യൂ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് നോക്കുന്ന സമയത്ത് എത്രത്തോളം അത് ഫിസിക്കൽ പ്രോബ്ലം കൊണ്ട്, അതായത് ഫിസിക്കലി ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഉണ്ട്, എത്രത്തോളം അത് ഇമോഷണലി റൂട്ടഡാണ്. സോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഡയബറ്റിസ്, വേറെ ഇപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലംസ്, അല്ല ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ കാരണം നമുക്ക് ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രായം കൂടുമ്പോൾ ഓക്കെ, പിന്നെ നമ്മൾ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാരണം ഉറക്കമൊന്നും ശരിയാകാതെ ഹോർമോണൽ വേരിയേഷൻസ് വരെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. സബ്സ്റ്റൻസ് യൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ആൾക്കാർക്കെല്ലാം പറയാം സ്മോക്ക് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും, ക്യാൻസർ വരും. നോബഡി ഗെസ്, ബട്ട് ആക്ച്വലി സെക്ഷൽ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. പിന്നെ കൂടുതലും ഡിസയറിൻ്റെ ഒരു പ്രോബ്ലം വരുമ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇഷ്യൂ കാണാറുണ്ട്. ഇപ്പോൾ ഇറക്ഷൻ്റെ പ്രോബ്ലംസിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു മെൻ്റലി കണക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ വല്ലപ്പോഴും ഫെയിലിയറായി, നമുക്ക് ഈ തോറ്റ പരീക്ഷ വീണ്ടും വീണ്ടും എഴുതാനുള്ള ധൈര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി ചെയ്താൽ ശരിയാവില്ല, ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത് മറ്റേ ആൾ ഭയങ്കരമായിട്ടും അറൗസ്ഡായി എന്നിട്ട് ഫെയിലിയർ ആയാലും ഞാൻ അത് വേണ്ട, അപ്പോൾ അവോയ്ഡ് ചെയ്യും. ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ആയി നമ്മുടെ അടുത്ത് വന്നിട്ട് സെക്ഷൽ പ്രോബ്ലം പറയും. ചോദിച്ച് ചെല്ലുമ്പോൾ ഇവർ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പുറത്തോട്ട് വരും, അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് പുറത്തോട്ട് വരും. അപ്പോൾ മറ്റേ ആൾ ആങ്ഷ്യസ് ആണെങ്കിൽ ആൾക്ക് ചെയ്യണമെന്ന് പറയും. കാര്യം ആൾക്ക് പേടിയായി, ആൾ ചെയ്യാതിരുന്നിട്ട് ഈ റിലേഷൻഷിപ്പ് പോവാണോ, എന്നിട്ടിട്ട് പോവാണോ. അപ്പോൾ ഒരു റിജക്ഷൻ ഫീലിംഗ് ഉണ്ടല്ലോ, എന്നെ കണ്ടിട്ട് കൊള്ളാത്തതുകൊണ്ടാണോ, വേറെ ആൾക്കാരോട് ഇഷ്ടമുണ്ടോ. ഇതിനിടയ്ക്കായിരിക്കും അവർ ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ, വല്ല ഫോണിൽ ആരെങ്കിലും മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ അത് കാണുകയോ ചെയ്യാം. പിന്നെ കമ്പാരിസണായി, ഫോൺ ചെക്കിംഗ് ആയി, വഴക്കായി, അങ്ങനെ വരുമ്പോൾ നമ്മുടെ അടുത്ത് എത്തും. ഈ സ്റ്റാൻഡേർഡ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഈക്വൽ ആണല്ലോ ഇന്നത്തെ കാലത്ത്, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ ഈക്വലായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടി കുറേ ഇന്നർ ഡീമൺസിനെ വഴക്കിടണം, ഫൈറ്റ് ചെയ്യണം, വീട്ടുകാരെ ഫൈറ്റ് ചെയ്യണം, നാട്ടുകാരെ ഫൈറ്റ് ചെയ്യണം. നമുക്ക് ഈ മെയിൽ പ്രിവിലേജ് ഇല്ലാത്തത് കാരണം അവർ ഇതിലെത്താൻ വേണ്ടി കുറച്ച് ഓട്ടം കൂടുതൽ ഓടണമല്ലോ. അത് മറ്റേ മീംസിലൊക്കെ കാണിക്കുന്ന പോലെ പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് മാരത്തൺ ഓടുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഇവർ ഈ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ ആ ലെവലിൽ എത്തുന്നില്ല കുറേ ആണുങ്ങൾ. അവർ ഭയങ്കര ലേഡ് ബാക്ക് ആയിട്ട് അത് മദറിങ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ആ ഒരു പ്രോബ്ലംസ് കാരണം ഇഷ്യൂസ് ഉണ്ടായിട്ട് സ്ത്രീകളും വരും. അല്ലെങ്കിൽ മറ്റേ ആൾ പറയണത് എന്താന്ന് അടുത്ത ചോദ്യമൊന്നുമില്ല, ഡിഫെൻസീവായി, പിന്നെ അങ്ങോട്ട് വഴക്കായി, ഇല്ല അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇത് ചിലപ്പോൾ എനിക്ക് തോന്നും നല്ല ഗേൾസ് ഫ്രണ്ട്സായിട്ടും നല്ല മെയിൽസ് ഫ്രണ്ട്സായിട്ടും
വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലായി. Opposite gender നല്ല ജെൻഡർ വേണം. അപ്പോൾ അത് നല്ല ഫ്രണ്ട്സ് വേണം. എല്ലാവരും ഒരേ അന്തനന്തരം നയിക്കുന്ന പോലെയല്ല, പക്ഷെ കുറച്ചുകൂടെ അവയർനെസ് കിട്ടാൻ. ഇപ്പോൾ കുറേ സ്ത്രീകളുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആണുങ്ങളുണ്ടാവുമല്ലോ, അവർ നമ്മൾ കൂട്ടത്തിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ അവർ നല്ലതായിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യണുണ്ടായിരിക്കും. പക്ഷെ ആ പയ്യനെ പോലെ അല്ലാത്ത വേറെ ആൺകുട്ടികളുണ്ടാവും, ചിലപ്പോൾ ഇവരായിട്ട് കണക്ഷൻ കിട്ടാത്തത്. അവർ ഈ പയ്യനെ കുറ്റം പറയും. നീ ഇങ്ങനെ ഫ്ലേർട്ടി കോഴിയായിട്ട് നടന്നോ എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം നമ്മൾ പറയില്ലേ പൂക്കീസ് എന്നാണ് ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത്. അവർ ഇമോഷൻസ് കാണിക്കും, അവർ കരയും, അവർ എല്ലാം ചെയ്യും. അങ്ങനെയുള്ള ആണുങ്ങളെയാണ് ഇപ്പോൾ ആക്ച്വലി കുറേ ആൾക്കാർ ആൽഫാമെയിലാണ് ഇപ്പോൾ വേണ്ടാത്തത്. എല്ലാവരും ആൽഫാബയിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഇരിക്കുക. കാരണമുണ്ട് ഡോക്ടർ. ഇപ്പോൾ ഇങ്ങനത്തെ കുറേ ടേംസ് ഉണ്ടല്ലോ, ഇതൊക്കെ പുതിയ ടേംസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നാനോഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, അപ്പോൾ അതൊക്കെ ഐ മീൻ ഡു യു തിങ്ക് ഇറ്റ്സ് ഗുഡ് ഓർ യു തിങ്ക് ഇറ്റ്സ് പിള്ളേർ അനാവശ്യമായിട്ട് എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നില്ല. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഒരു പാർട്ടിക്ക് പോയി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി, നമ്മളൊരാളെ കണ്ടു, നമുക്ക് നല്ല കണക്ഷൻ തോന്നി, നമുക്കൊരു ഇൻഫാച്വേഷൻ തോന്നി, നമുക്കൊരു നല്ല രസമായിട്ടൊരു സിനിമ പോലെ ആ രാത്രി പോയി. ഈ ഒരു പേര് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എക്സ്പെക്റ്റേഷൻസ് ആ സെറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഇമാജിൻ ചെയ്ത് നമ്മളെന്തോ റിലേഷൻഷിപ്പിലാണെന്ന് നമ്മൾ തന്നെ വിചാരിച്ച് മറ്റേ ആളൊന്നും അറിയാതെ ചുമ്മാ അങ്ങനെ അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോകും. സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പേര് കൊടുക്കുന്ന കാരണം നല്ലതാണ്. കാര്യം പണ്ടൊക്കെ പേര് കൊടുക്കാതെ ആൾക്കാർ ഇതിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ പേര് കൊടുക്കുന്ന കാരണം അറ്റ്ലീസ്റ്റ് അറിയാം എന്താണ് നമ്മളെ ഹെഡഡ് ആയിട്ടുള്ള വേ എന്താണെന്നുള്ളത്. ഈ ഒരു ഇത്രയും എക്സ്പീരിയൻസസ് കാരണം വേറെ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ പ്രശ്നമാകുമോ എന്നുള്ള ചോദ്യത്തിന് ഐ വുഡ് സേ ഒരു 3 റിലേഷൻഷിപ്പ് എങ്കിലും കഴിയുമ്പോഴാണ് നിങ്ങളൊന്ന് സെറ്റ് ആവുന്നതെന്ന്. കാര്യം പഠിക്കല്ലേ, എക്സ്പീരിയൻസസ് അല്ലേ. ലൈക്ക് എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു സൈക്കാട്രിസ്റ്റ്. അപ്പോൾ PG ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഇത്രയും നന്നായിട്ട് എങ്ങനെയാണ് ഗേൾസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാൻ പഠിച്ചതെന്നോ, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ചില ജെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഫ്ലവേഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ, അല്ലെങ്കിൽ വേറെ ഗേൾസും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ ഒരു 10 വർഷം മുന്നേ കണ്ട ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞാൻ ഭയങ്കര ചീത്തയായിരുന്നു, ഞാൻ ഡേറ്റ് ചെയ്തിട്ടുള്ള പെണ്ണുങ്ങളാണ് എന്നെ ഓരോന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയും. അപ്പം നമ്മൾ ഓരോ റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസസ് ആണ് ഗ്യാദർ ചെയ്യുന്നത്. സോ അതിന് നമ്മൾ അങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. സോ ലൈക്ക് ഓഫ് കോഴ്സ് ഇറ്റ്സ് പെയിൻഫുൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ ആവുമ്പോഴും കാര്യങ്ങളും. ഇപ്പം നമ്മൾ വളരല്ലേ, നമ്മളും വളരാണ്, മറ്റാളും വളരാണ്. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴല്ലേ നമ്മൾ ആ ഒരു ഇത് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു അഫെക്ഷൻ തോന്നിയിട്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൽ കയറുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ്, നാനോഷിപ്പ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിലെന്താ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, എന്തുകൊണ്ടാണത് അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്യാനേ, ദാറ്റ് ഈസ് യുവർ നോൺ നെഗോഷ്യബിൾ ആൻഡ് നെഗോഷ്യബിൾ. അല്ലെങ്കിൽ അതാണ് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതും. അത് കാണുമ്പോൾ നമുക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പിലോട്ട് വളരെയല്ലേ. ഇത് ഫോർ എവർ പാർട്ട്ണർ തന്നെ, അത് തന്നെ നമുക്കൊരു കോൺസെപ്റ്റ് ശരിക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. കാര്യം എല്ലാവരും ഫോർ എവർ ആവണം എന്നില്ല. ഓക്കെ, ഒരാൾക്ക് ഫോറെവർ ആണെന്ന് തോന്നിയിട്ട് ഒരു 10 years കഴിയുമ്പോൾ ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടെന്ന് തോന്നുന്നു. എക്സാക്ട്ലി. ആൻഡ് അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരുടെ ഇൻട്രസ്റ്റുകൾ വ്യത്യാസപ്പെട്ടു, രണ്ടുപേരും വേറെ വഴിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ചില ആൾക്കാരുടെ കല്യാണങ്ങൾ കാണുമ്പോൾ ഇവർ ആദ്യമേ കല്യാണം കഴിക്കരുതായിരുന്നു എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. എന്നിട്ടും എന്തിനാ കല്യാണം കഴിച്ചതെന്നുള്ളൊരു ചോദ്യമാണ്. കാര്യം അതും കഴിഞ്ഞിട്ട് പിന്നെ ഡിവോഴ്സിനുള്ള ഒരു ഇതിലോട്ടിരിക്കുക. ഇതെങ്ങനെ നമ്മൾ ആദ്യത്തിലേക്ക് റിവേഴ്സ് ചെയ്യും? അതെന്ന് വെച്ചാൽ ആദ്യമൊന്നും ഇല്ല, ഇവർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് അറിയായിരുന്നു ഇവർ ശരിയാവുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പറയുന്നു എന്താണ്, ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ലൈക്ക് ഉണ്ടോ? അതായത് ഇസ് ഇറ്റ് ബിക്കോസ് ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ യു ക്യാൻ ജസ്റ്റ് സീ ദ റെഡ് ഫ്ലാഗ് ഫസ്റ്റ്, then you will see that ഓക്കെ ഇത് വേണ്ട, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസസിൻ്റെ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ചെറിയൊരു പ്രായത്തിലാണെങ്കിൽ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പല റീസൺസ് ആയിരിക്കും ഡേറ്റ് ചെയ്യാനുള്ളത്. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകാനായിരിക്കാം, ഒരു ക്രഷിനെ നമ്മൾ ഒരു രസം, ഒരു ഫാൻറ്റസി ലിവ് ചെയ്യണ പോലെയാണ്. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ പണ്ട് റൊമാൻറ്റിസൈസ് ചെയ്ത സിനിമകൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നത്. കൈയടിച്ചിരുന്ന സോ അർജുൻ റെഡ്ഡി ഒക്കെ പണ്ട് കാണുമ്പോൾ നമുക്കത് കൊള്ളാലോ. നരസിംഹം
ഇപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ നൊസ്റ്റാൾജിയ തോന്നുമെങ്കിലും നമുക്കത് ലൈക്ക് അടിക്കാൻ ഒരു പേടിയുണ്ട്. ഇത് ശരിയല്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കും. തിരിച്ചുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില സിനിമകളിൽ ഒരു സ്ത്രീധനം സിനിമയൊക്കെ. പിന്നെ ഇതില്ലേ സുകുമാരിയമ്മ പറയുന്നുണ്ട് അവിടെ ശരിയല്ല, കല്യാണം കഴിച്ച വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോളിങ് പോരെ. അന്ന് അത് ദാറ്റ് വാസ് ലൈക്ക് മോശമായിട്ട് നമ്മള് എന്ത് സ്ത്രീയാ ഇവര് എന്നുള്ള പോലെ. പക്ഷെ ഇന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാവണോ അങ്ങനെയാണ് ഒരു അമ്മ പറയേണ്ടത്. അപ്പോൾ എന്താന്ന് വെച്ചാല് നമ്മളുടെ ഒരു അറിവ് മാറി. നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും യൂട്യൂബൊക്കെ ആണെങ്കിലും ഇത്രയും സുലഭമായതുകൊണ്ട് ആൾക്കാർക്ക് അവരുടെ ഐഡിയ പുട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇത് നമ്മളിങ്ങനെ ആൾക്കാർക്ക് എത്തിക്കുകയല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അവെയറാണ്, സോഷ്യലി അവെയറാണ്. നല്ലതും ചീത്തയുണ്ട്. അതിൽ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമ്മുടെ ഒരു വിവരം വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നോറൻസ് ഇസ് ബ്ലിസ്. ആ ഇഗ്നോറൻസ് അങ്ങോട്ട് മാറി വരുമ്പോഴേക്കും നമുക്ക് പ്രശ്നങ്ങൾ മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികൾ പലരും വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു ലെവലിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രൊവൈഡറായിട്ട് വേണ്ട, അവരും ജോലി ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും പോകണം, അവർ പൊക്കോളും. ഒറ്റയ്ക്ക് താമസിക്കാൻ നല്ല സമാധാനമുണ്ട്. കാര്യം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടും അങ്ങനെയൊക്കെയാണ് പൊതുവെ സ്ത്രീകൾ നിൽക്കുന്നത്. ആണുങ്ങൾക്ക് പൊതുവെ അത്രയും അത് ചെയ്യുന്നത് കാണാറില്ല. നോട്ട് ജനറലൈസിങ്, അപ്പോൾ അങ്ങനെയുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അപ്പോൾ നമ്മൾ പറയും എന്താ പറയുക, ഇപ്പോൾ സെൽഫ് കെയർ ആക്ടിവിറ്റീസൊക്കെ വേറൊരാളുണ്ടെങ്കിൽ, എസ്പെഷ്യലി ആണുങ്ങളുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു ഫുഡൊക്കെ ഇപ്പോൾ കുറച്ച് കഴിച്ചാൽ മതി പെണ്ണുങ്ങളാണെങ്കിൽ. അപ്പോൾ ആണുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കുറേ ഫുഡ് കഴിക്കണം, അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കേണ്ടില്ല ദിവസം, അതൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പെൺകുട്ടികൾ അവരുടെ സ്വന്തമായിട്ടൊരു ലൈഫ് സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് ഈ വാല്യൂ കൂട്ടാനായിട്ട് ഒരാൾക്ക് വരാമെങ്കിൽ വരാം, ഇല്ല അത് വാല്യൂ കുറയ്ക്കണം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നീ ജോലിക്ക് പോകണ്ട, അല്ലെങ്കിൽ ഇനി ഞാൻ നിന്നെ നോക്കാം. എന്ത് നോക്കാൻ, അവർ ഓൾറെഡി നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ബാംഗ്ലൂരിലായതുകൊണ്ട് അവിടെ ഡേറ്റിംഗ് ആപ്സ് ലൈക്ക് നാട്ടിലുള്ളേക്കാളും ഭയങ്കര കോമൺ ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടർ മരുന്ന് കഴിക്കുന്നുണ്ട് ഈ ഇറക്ഷൻ്റെയോ ഇതൊക്കെ. അപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കണേനിടയ്ക്കായിരിക്കും അവരുടെ ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കും, ഇപ്പം മരുന്ന് വേണോ, ആളുണ്ടോ? അപ്പോൾ പറയും ഇല്ല ഇല്ല ഞാൻ ഡേറ്റിംഗ് ആപ്പിലുണ്ട് എന്ന് പറയും. എന്നിട്ട് പിന്നെയും ചോദിക്കും, പറയും ഡോക്ടർ ആക്ച്വലി ഉണ്ടല്ലോ ഒരു 3 മാസമായി എനിക്ക് ആരും കിട്ടണില്ല. എന്നിട്ട് ചില ആൾക്കാർ ദിസ് ഇസ് ഫണ്ണി, പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ ഫണ്ണി ആയിട്ടല്ല പറയാം, ചില ആൾക്കാർ കരഞ്ഞിട്ടുണ്ട്, ഒരു മാച്ച് പോലും എനിക്ക് കിട്ടുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ നല്ല ആളുകളായിരിക്കാം, പക്ഷേ the standards have shifted like anything. Okay, അപ്പോൾ ഗേൾസ് ആർ ലൈക്ക് വെരി സെൽഫ് റിലയബിൾ നവഡേയ്സ്. ഇമോഷണൽ ഇൻ്റലിജൻസ് അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ് പോകുന്നത്. എന്ന് വെച്ചാൽ വൾണറബിൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ നടത്താൻ പറ്റുന്നുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ സ്ലീപ്ലെസ് ഇൻ സിയാറ്റിൽ എന്ന് പറഞ്ഞൊരു മൂവിയിലെ ക്ലാസിക്കാണ്. ഓക്കെ, അത് 93 മൂവിയാണ്. ഐ വാസ് വാച്ചിങ് ഇറ്റ് 2 days ബിഫോർ. അപ്പോൾ അതിനകത്ത് മറ്റേ ആ ആളിങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് പറയുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു 2000-ഓളം സ്ത്രീകൾ കത്തയച്ചു റേഡിയോ സെൻറ്ററിലോട്ടെന്നാണ് പറയപ്പെടുന്നത്, കാര്യം അയാൾ അന്വേഷിച്ചിട്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇത്ര ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആണുങ്ങൾ കിട്ടാനില്ലെന്നേ. Women are desperate. Actually, women want men. It's not like they hate men or anything. But they want emotionally vulnerable. Exactly. ചില ആൾക്കാർ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ലവ് ലാംഗ്വേജസ് പറയും. സോ ദാറ്റ് ഈസ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്കൊരു ഫിസിക്കൽ ടച്ചും ക്വാളിറ്റി ടൈം, വേർഡ്സ് ഓഫ് അഫർമേഷൻ, റിസീവിങ് ഗിഫ്റ്റ്സ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ആൾക്കാരിത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ചൈനീസ് പറയാനറിയാം, ഇയാൾക്ക് ചൈനീസ് അറിയില്ല. ഞാനിരുന്ന് എന്തൊക്കെ കഥ പറഞ്ഞിട്ടും കാര്യം മനസ്സിലാവില്ല. സെയിം തിങ് ആണ്. ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടിയാലേ ഇഷ്ടം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഞാനിരുന്ന് കഥ മൊത്തം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പ്രാക്ടിക്കൽ ആവണം, കാര്യമില്ല, ഒരു കാര്യമില്ല. ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി, ഇറ്റ്സ് അബൌട്ട് ദി ആക്ട്. ചില ആൾക്കാർ വളരെ സ്പെസിഫിക് ആയിട്ട് ഗിഫ്റ്റുകൾ വേണം എന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ട്, ഓക്കെ ഇയാൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല, എന്നാൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യണമായിരിക്കും അല്ലേ, ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആണ്. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞാലേ അവരങ്ങനെയൊന്നുമല്ല പറയണത്. അവരിപ്പോൾ ഒരു കൈ കൊണ്ടൊരു എഴുതി തായോ എന്നൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അല്ല ഇപ്പോൾ ഈ ക്വാളിറ്റി ടൈം എന്ന് ആൾക്കാർ പറയുമല്ലോ. അപ്പോൾ ഈ നമ്മൾ റിലേഷൻഷിപ്സിൽ ക്വാളിറ്റി ടൈം, അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യണേ? അപ്പോൾ പറയും ഞാൻ ഡോക്ടർ നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണും രാത്രി. പറയും എന്നിട്ട്
എന്നിട്ട് കിടന്നുറങ്ങും. ഞാൻ പറയും പിന്നെ എന്നിട്ടില്ല അപ്പം ഞാൻ പറയണേ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ ചെയ്യുന്നേ? ഇപ്പോൾ ആൾക്കാരുണ്ടല്ലോ ഈ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ട്രൈ ടു ഫിൽ ഇൻ. ഓക്കെ, അതായത് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നു. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലേ മീറ്റ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ എങ്കിൽ ആ സമയത്ത് മാസത്തിലൊരിക്കലൊക്കെ ഒരു സിനിമ കണ്ടോ. പക്ഷേ എല്ലാ ആഴ്ചയും നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നു, എല്ലാ ആഴ്ചയും നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഈ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഫാക്ടറുണ്ട്. കാര്യം മറ്റേ ആൾക്ക് ഒറ്റയ്ക്കും ഇടയ്ക്ക് സിനിമ കാണാൻ പോവാം. ഇത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഡിസ്കഷനൊന്നും ഇല്ല. പോയി ആ സമയമില്ല, ടയേർഡായി. അപ്പോൾ ഇവർ ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കുക എന്ന് വെച്ചാൽ ഒരാൾ ചിലപ്പോൾ ക്വാളിറ്റി ടൈം വേണമായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് മിസ് ചെയ്യണോ, എനിക്ക് ആയില്ല, നമ്മൾ മിണ്ടിയ പോലെ തോന്നുന്നില്ല, എന്നോട് പഴയ സ്നേഹമില്ല എന്നൊക്കെ പറയില്ലേ. അവിടെ സംസാരം നടന്നിട്ടില്ല. അല്ലെങ്കിൽ കുറേ ട്രാവൽ ചെയ്ത് പോയൊരു ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകും. ആ കാറിലിരിക്കുമ്പോഴെങ്കിലും സംസാരിക്കില്ല, അതിനകത്ത് പാട്ടിട്ടിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ എവിടെയാണ്? അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും പിള്ളേരുടെ സ്കൂളിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ബില്ലും ഈ കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മടുക്കില്ലേ? അപ്പോൾ അത് കാരണം ആൾക്കാർ ഇങ്ങനെ ഒരു മാതിരി എന്തിനാ about to ask എങ്ങനെയാണ് നമുക്ക് ഇന്റിമസി ഒരു ലോങ് ടേമിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? ബിക്കോസ് നമുക്ക് ആ ഹണിമൂൺ പീരീഡ് പീരീഡ് ഒക്കെ പണ്ടേ പോയിട്ടുണ്ടാവും. അപ്പൊ അത് കഴിയുമ്പോ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ട് അപ്പം ഇപ്പോൾ പറഞ്ഞാണ് ആൾക്കാർക്കൊരു ധാരണയുണ്ട് ഇന്റിമസി എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിൽ മാത്രമാണെന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഒരു ഇൻ്ററാക്ഷനും ഇൻറ്റിമസിയിൽ വരുന്നതാണ്. സെക്ഷൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ, എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. ചില ആൾക്കാർക്ക് നല്ല നല്ല ഡിസ്കഷൻസ് വേണം. ഇപ്പോൾ ഒരു സിനിമ നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ടു, അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യൂ. അല്ല നിങ്ങൾക്ക് കുറേ ആൾക്കാർ പറയും എനിക്കൊരു കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ വളരെ ഇൻ്റലക്ച്വലി നന്നായിട്ട് സംസാരിക്കുന്നവർക്ക് ഭയങ്കര അറൗസിങ് ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരുമുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ റോക്കറ്റ് സയൻസ് സംസാരിക്കണം എന്നൊന്നുമല്ല, പക്ഷെ നമുക്കൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് കോമൺ ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കൂ. നിങ്ങൾ ഈ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് ബാക്കി കാര്യങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യൂ എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോർ പ്ലേ അറിയില്ലേ, അത് കുറേ പേര് കിസ്സിങ്, ഞാൻ മിക്ക ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഒരു കിസ്സിങ് മാത്രമേ പറയുള്ളൂ. ഈ ആക്ച്വലി ഫോർ പ്ലേ എന്ന് പറയുന്നത് ഇറ്റ്സ് ലാസ്റ്റ് ത്രൂ ഔട്ട് ദ ഡേ ഐ വുഡ് സേ. ഓക്കെ, അതായത് രാവിലെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു, ചിലപ്പോൾ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്നതോ പുറകിൽ നിന്നൊന്ന് കെട്ടിപ്പിടിക്കുന്നതോ കൈ പിടിക്കുന്നതോ, ഇതൊക്കെ നോൺ സെക്ഷൽ ഫോംസ് ഓഫ് ഇൻറ്റിമസി. സോ ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് ഇത് ബിൽഡപ്പ് ആവും. അപ്പം നമുക്ക് മറ്റേ ഒരു അട്രാക്ഷൻ തോന്നും. പിന്നെ എല്ലാവർക്കും രാത്രി ആവണം, ഇരുട്ടാവണം, ബെഡ്റൂം ആവണം, അങ്ങനെ ഇല്ല. നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ പിള്ളേരില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക് ചൂസ് എനി പ്ലേസ് അല്ലേ. ഏതൊരു സ്ഥലത്തും ഏതൊരു സമയത്തും നിങ്ങളുടെ പ്രൈവസിയാണ്, അത് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ സ്മോൾ ഫോംസ് ഓഫ് എഫെക്ഷൻ, കൈ പിടിക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ. ഇപ്പോഴും കൈ പിടിക്കാത്ത ആളുകളുണ്ട്. അത് എന്ത് മേടിച്ചിട്ടാണെന്ന് അറിയില്ല, പക്ഷേ അതൊക്കെ ഇറ്റ് മാറ്റേഴ്സ് ടു ദി അതർ പേഴ്സൺ എന്നാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് റിലേഷൻഷിപ്സ് ആർ എഫേർട്സ്. നമ്മൾ ഹൈ മെയിൻ്റനൻസ് യെസ് നമ്മൾ എപ്പോഴും പ്രണയത്തിലായിരിക്കില്ല. ആൾക്കാരുടെ വിചാരം ലവ് അത് പോയില്ലോ പിന്നെ എങ്ങനെയാ, അത് ലവ് എവിടെയും പോകുന്നില്ല. പക്ഷെ ലവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഒരു ചോയ്സ് അല്ലേ. നമ്മൾ ഒരാളെ കണ്ടു, ഇയാളായിട്ട് സംസാരിക്കാൻ കൊള്ളാം, ഇയാളോട് എനിക്കൊരു അഫെക്ഷൻ തോന്നുന്നുണ്ട്, ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട്, ഇയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് കുറേ സമയം. അത് കഴിഞ്ഞ് ഒരാളുടെ കൂടെ നമ്മൾ കുറേ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമ്പോൾ തന്നെ ഒരു ചെറിയ വഴക്കായാൽ തന്നെ പ്രശ്നം ഇത് ഇനി ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ കോൺഫ്ലിക്ട്സ് റിപ്പയർ ചെയ്യണം. ഹൗ യു റിപ്പയർ ഇറ്റ് മാറ്റേഴ്സ്. ഈ വഴക്കിടാതെ എങ്ങനെയാണ് രണ്ടുപേരും ഒരുമിച്ചിരിക്കുക. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഈ മൈക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടാവാമല്ലോ. മൈക്ക് ഇരിക്കുമ്പോൾ തന്നെ ഡിസഗ്രിമെൻ്റ് ഉണ്ടാവാം. പക്ഷെ അതെങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്യുന്നു എന്നുള്ളതല്ലേ, അത് എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിസ്കഷൻസ് വരുമ്പോഴേക്കും നമ്മൾ ഇല്ല വഴക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് പ്രശ്നം. നിങ്ങൾ ലവ് എവിടെയും പോയിട്ടില്ല. എല്ലാ ദിവസവും നല്ല എഫേർട്ട് ഇട്ട് സാക്രിഫൈസസ് ഒക്കെ ചെയ്ത് യു ഹാവ് ടു ചൂസ് ടു ലവ് ദി അതർ പേഴ്സൺ. യു ഹാവ് ടു ചൂസ് ടു ഷോ അപ്പ് എവ്രി സിംഗിൾ ഡേ. ചില ആൾക്കാർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട്, എസ്കേപ്പ് ചെയ്യാന്ന് പറയും. അതായത് ഒരു
ആ റിലേഷൻഷിപ്പ് എന്നാൽ പിന്നെ എൻഡ് ചെയ്താൽ ഇതെല്ലാം മാറുമല്ലോ എന്ന് തോന്നുന്നു. ഈ എഫേർട്സ് ഒന്നും എടുക്കണ്ടല്ലോ, അപ്പോൾ അതങ്ങ് തീരും. പക്ഷെ ഇത് കഴിഞ്ഞ നെക്സ്റ്റ് മൊമെന്റിൽ അടുത്ത പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ കുറേ നാനോഷിപ്പ് അങ്ങനെ റിലേഷൻഷിപ്സിന് പറഞ്ഞ പോലെ തന്നെ ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്നുള്ള ഒരു തീരുമാനം വളരെ പെട്ടെന്ന് ആൾക്കാർ ചൂസ് ചെയ്യുന്ന പോലെ, ആസ് എൻ യുനോ ഈ പറഞ്ഞ പോലെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാതെ പെട്ടെന്ന് അതിലേക്ക് പോകുന്ന പോലെ. ആൻഡ് ഐ ഫീൽ പീപ്പിൾ ഗ്ലോറിഫൈ ഡിവോഴ്സ് ഇൻ എ വേ ഓൾസോ, ആസ് എൻ യുനോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് യെസ് യു ഹാവ് ടു. ബട്ട് അതായത് പറയും ഒരു ബ്രോക്കൺ ഫാമിലി എന്നുള്ളത് ഐ പേഴ്സണലി ഫീൽ ഇസ് എ റിലേറ്റീവ് വേർഡ്. അതായത് എല്ലാ ഫാമിലീസിലും ഈ പറഞ്ഞതുപോലെ രണ്ട് മനുഷ്യർ എവിടെ ഉണ്ടോ അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾ കുറച്ച് ഒച്ച എടുത്ത് സംസാരിക്കുന്നത്, ഐ എം നോട്ട് എന്താ പറയാ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇതാക്കല്ല, അഗ്രസീവിനല്ല ഞാൻ പറയണേ, അടിക്കുന്നതും പിടിക്കുന്നതും അല്ല ഞാൻ പറയുന്നത്. അല്ലാണ്ട് ചിലപ്പോൾ ഒരാൾ വഴക്കിടുന്നത് കാണുന്നത് പോലും കുട്ടികൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ആയിട്ടൊരു സിംഗിൾ പാരന്റ് എന്നുള്ള നിലയിൽ ആ കുട്ടികൾ അതിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു ഏരിയ ഇല്ലേ? എക്സ്പ്ലെയിൻ ഓക്കെ. സോ എന്ന് വെച്ചാൽ ഈ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അത് ലാഘവത്തോടു കൂടി പറയാന്ന് പറയുന്നത് ഇപ്പോൾ ബ്രേക്കപ്പ് പോലെ ഡിവോഴ്സിനെ കാണുവാണെങ്കിൽ അതെ, ഈ ഡിവോഴ്സിൻ്റെ ആകെ കൂടിയുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലീഗലാണ് എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവുന്നുണ്ട്. ഈ കസ്റ്റഡിയാണ് പ്രോബ്ലം വരുന്നത്. ഐ വുഡ് ഇൻ നോ വേ സപ്പോർട്ട് അബ്യൂസ്. ഓക്കെ, സോ ഒരു അടി ഇത് ഒക്കെ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല, എസ്പെഷ്യലി ഇഫ് ബോത്ത് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. കാര്യം കുറേ സിറ്റുവേഷൻസിൽ ഈ അബ്യൂസൊക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് അതൊരു മോഡലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. ഇപ്പോൾ പേരൻസിനെ നോക്കുവാണെങ്കിലും പിള്ളേരെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ രണ്ട് ബർത്ത് ഓർഡർ ഇല്ലേ, മൂത്ത കുട്ടി ഇളയ കുട്ടി, ഒരേ പേരൻസിൻ്റെ പിള്ളേരാണെങ്കിൽ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടുപേരും കണ്ടിട്ടുള്ള പേരൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇരട്ട പിള്ളേരാണെങ്കിൽ കൂടെ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. കാര്യം നമ്മളുടെ പേഴ്സണാലിറ്റി കുറേ ഡിഫർ ചെയ്തിരിക്കും. നമ്മൾ എങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു അഡാപ്റ്റേഷൻ കൂടെ വെച്ചിട്ടിരിക്കും. ഒരാൾ മാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ മാത്രം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് ഇസ് വെരി ആക്സെപ്റ്റബിൾ. അബ്യൂസ് ഓക്കെ, നമുക്ക് ഈ എക്സെൽസിൽ നടക്കണ പോലെയാണ്, അതായത് ഈ മുട്ടത്തോടിൽ നടക്കണ പോലെയാണ് നമ്മൾ എല്ലാം വീട്ടിൽ ചെയ്യുന്നതെങ്കിൽ, അതായത് ഒന്നും പറയാൻ പറ്റില്ല. എന്ത് വാക്ക് പറയണമെങ്കിലും ഒന്ന് ശ്വാസം വിടണമെങ്കിലും നമ്മൾ 100 തവണ ആലോചിച്ചൊക്കെ പറ്റത്തുള്ളൂ. കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഇറ്റ് ഈസ് ബിക്കമിങ് എ ഫൈറ്റ്. അതാ ഞാനിപ്പോൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴും എതിരെ നിൽക്കുന്ന ആളും കൂടെ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ്. മറ്റേ ആൾ നമ്മളെ കേൾക്കാൻ തയ്യാറല്ലെങ്കിലോ, മറ്റേ ആൾ നമുക്ക് തരുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഒന്നും റിസപ്റ്റീവ് അല്ല, ഡിഫെൻസീവ് ആണെങ്കിലോ ഒരു പരിധിയില്ലേ, നമുക്കൊരു മതിലിനോട് മാത്രം സംസാരിക്കാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ക്ഷമ കെട്ട് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കുട്ടികൾ, ഇപ്പോൾ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ അച്ഛനും അമ്മയും തമ്മിൽ തല്ലുന്നു, ബഹളം വയ്ക്കുന്നു, ചില ആളുകൾ പിള്ളേർ ഇൻവോൾവ് ചെയ്യും അതിലോട്ട്. അതായത് ഇപ്പോൾ കുട്ടികളുടെ അപ്പുറത്ത് പോകുന്നല്ല പറയുക, ഇതുകൊണ്ടാണ്, എന്നിട്ട് ആ പിള്ളേരുടെ അടുത്ത് പേരൻസിൻ്റെ മറ്റേ പാർട്ട്ണറിനെ കുറിച്ചുള്ള കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കും, സൈഡ് എടുപ്പിക്കാൻ നോക്കും. അപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് വിട്ടു പോകുന്നത് തന്നെയാണ്. അത് ഒറ്റയ്ക്ക് ഇതിപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി എടുക്കാൻ നോക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള പരിപാടികൾ നോക്കുക, എന്നിട്ട് ഡിവോഴ്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ കുറേ പേരൻസ് പോലും എങ്ങനെയെങ്കിലും നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന റീസൺസ് ഒന്നുമല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പറഞ്ഞില്ലേ ഇന്നലെ ഒരു ഡിവോഴ്സ് സെറ്റിൽമെൻറ്റിൽ ഒരു ടോസ്റ്ററോ എന്തോ ഷെയർ ചെയ്യുന്നതിൻ്റെ പേരിലായിരുന്നു അവർ എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല ആര് ടോസ്റ്റർ എടുക്കുമെന്നുള്ളത്. സോ എന്നുവെച്ചാൽ ടോസ്റ്ററിൻ്റെ വില എന്താ, അത് കൊടുക്കാനായിട്ട് അതും പറ്റത്തില്ല. എന്നുവെച്ചാൽ ഈ കുഞ്ഞു റീസൺസ് ആയിരിക്കും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ കുഞ്ഞു വഴക്കുകൾ പോലെ തോന്നും, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിൽ ഇത് ഇന്നലെയും തുടങ്ങിയ വഴക്കായിരിക്കില്ല. നമ്മൾ ഈ ഡിവോഴ്സ് പെട്ടെന്ന് എടുത്തു എന്നൊക്കെ വിചാരിക്കും, വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളായിരിക്കും. ഇറ്റ് ജസ്റ്റ് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്, ഈ ലാസ്റ്റ് നെയിൽ ഓൺ ദ കോഫിൻ എന്ന് പറയുന്ന പോലെയാണ്. അത്രയും നാൾ പ്ലാൻ ചെയ്ത് ഇരുന്നിട്ട്, അല്ലെങ്കിൽ അത്രയും നാൾ വേണ്ടാന്ന് വെച്ച് ഡിലേ ചെയ്ത്, ചിലപ്പോൾ ഓൾറെഡി ഡിറ്റാച്ച്ഡ് ആയിരിക്കും, ഇവർ തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് ഒരാൾ ഓൾറെഡി ഡിവോഴ്സ് ആയി, സ്വന്തമായിട്ട് ഇങ്ങനെ പോയി, അത് കഴിഞ്ഞ് ഒട്ടും പറ്റാത്തൊരു മൊമെൻറ്റ് വരുമ്പോൾ ഫൈൻ നിർത്തിയേക്കാം,
എന്ന് പറയുന്നത്. ഇപ്പം ഡോക്ടറെ അടുത്തേക്ക് ഇപ്പോൾ ഇൻഫിഡിലിറ്റി ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു കപ്പിള്, അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവില്ല. അതായത് ഒരാളെ ചീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, അപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ എന്താണ് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, ഐ മീൻ റീബിൽഡ് ചെയ്യാൻ ഡോക്ടർ? സോ എഗെയിൻ ഈ ഇൻഫിഡിലിറ്റിയുടെ എക്സ്റ്റെൻഡ് അനുസരിച്ചിരിക്കും. ചില ആൾക്കാർ വളരെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയതായിരിക്കാം ചിലപ്പോൾ കണ്ടുപിടിച്ചത്. ഒരു ഇൻഫിഡിലിറ്റി ഒരു അഫെയർ നടക്കുമ്പോൾ നമുക്കുണ്ടാവണ, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ, അപ്പം നമുക്കുണ്ടാവുന്ന കുറേ സെൽഫ് ഡൗട്ട് ഉണ്ട്. അയ്യോ അപ്പം ഞാൻ കൊള്ളത്തില്ല, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ഒരു ഷെയിമുണ്ട്, ഞാൻ ഇത്ര നാൾ അറിഞ്ഞില്ലേ, അപ്പം അന്ന് ഞാനിത് ചെയ്തപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുമായിരുന്നോ, ആ ഒരു തോട്ടില്ലേ, ദാറ്റ് ഈസ് ലൈക്ക് വെരി ഹേർട്ട്ഫുൾ അല്ലേ. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ. ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര പേഴ്സണലായിട്ടും ഭയങ്കര സെൻസിറ്റീവായിട്ടും അത് കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചിലർ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇമോഷണൽ ചീറ്റിംഗ്, ഫിസിക്കൽ ചീറ്റിംഗ് പറഞ്ഞ പോലെ, ഇപ്പോൾ ഈ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും എന്നാൽ പോട്ടെ, അപ്പോൾ നമ്മൾ ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ അത് എൻഡ് ചെയ്യാവുന്ന രീതിയിൽ പറയുമ്പോൾ മറ്റേ ആൾ പറയും ഇല്ല ഞാൻ ക്ഷമിക്കാം എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയും. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഐ ഷുഡ് എഗ്രി വിത്ത് ഇറ്റ്. എന്ന് വെച്ചാൽ മറ്റേ ആൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്, അപ്പോൾ ഇയാൾ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ ചോയ്സ്, വാട്ട് എവർ. അപ്പോൾ മറ്റേ ആൾക്കാരുണ്ട്, ഓക്കെ എനിക്ക് ഈ റിലേഷൻഷിപ്പാണ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് ഇത് വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദ വൺ ഹു ചീറ്റഡ് ഹാസ് ടു ഹെൽപ്പ് ദി അതർ പേഴ്സൺ ഗെറ്റ് ഓവർ ദാറ്റ് ഇൻസെക്യൂരിറ്റി. ഓക്കെ, അതായത് ഇത് എത്ര നാൾ വേണേലും, അതെ എത്ര നാൾ വേണേലും ഇതെടുക്കാം, എത്ര തവണ വേണേലും ഇത് പിന്നെയും വരാം. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ വരുന്ന മെസ്സേജസ് ഒക്കെ അവർക്ക് ട്രിഗറിങ് ആയിരിക്കും. ചിലപ്പോൾ ഒരു റാൻഡംലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവർ ഇത് മറ്റേ ആളാന്ന് തോന്നുന്നു. ഒരു വഴക്കിടുമ്പോൾ ഇനി ആളുടെ അടുത്ത് പോകും, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ റീഅഷ്യൂർ ചെയ്യേണ്ടി വരും. യു മൈറ്റ് ഹാവ് ടു പുട്ട് എക്സ്ട്രാ എഫേർട്സ്. അതായത് കൂടുതലായിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. കുറേ എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടി വരും. അവരെ കംപ്ലീറ്റ്ലി ചെയ്യുമ്പോൾ നമുക്ക് ടയറിങ് ആയിരിക്കാം, പക്ഷേ യു ഡിഡ് ദ മിസ്റ്റേക്ക് ഫസ്റ്റ്. ഇനി സെക്ഷുവൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് കൺസെൻറ്റ്. ആൻഡ് കുറച്ച് കൺഫ്യൂസിങ്ങും ആണ് അതെ. ബിക്കോസ് അതിൽ കുറേ ടേംസ് ഉണ്ട്. മുന്നേ എസ് പറഞ്ഞതുകൊണ്ട് ഇപ്പം എസ് ആവണം എന്നില്ല. അങ്ങനെ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കുമ്പോൾ പറയുന്ന എസ് അല്ല. അപ്പം എന്താണ് ബേസിക്കലി ഈ കൺസെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഡോക്ടർ? കൺസെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സമ്മതം കൊടുക്കുക എന്നുള്ളതാണല്ലോ. അതിലാണ് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒരു കിസ് ചെയ്യാൻ സമ്മതിച്ചു എന്നതുകൊണ്ട് സെക്സ് ചെയ്യാം എന്നല്ല. ഇൻ ബിറ്റ്വീൻ കൺസെൻറ്റ് വിഡ്രോ ചെയ്യാം. വേർബലി അയാൾ പറഞ്ഞോ ഇല്ലയോ, അതോ നിങ്ങൾ കെട്ടിപ്പിടിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ അയാൾ ഓക്കെ ആണെന്ന്, അല്ല നിങ്ങളുടെ കൂടെ പുറത്ത് കറങ്ങാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇതാണെന്ന് അയാൾ പറഞ്ഞോ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അതങ്ങനെയാണ്, ഇംപ്ലൈഡ് ആണ് എന്ന് വിചാരിക്കാം. ഈവൻ മാരേജിൽ കൺസെൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കൺസെൻറ്റ് ഇല്ലാതെ മാരേജിൽ സെക്സ് ചെയ്താൽ ദാറ്റ് ഇസ് മാരിറ്റൽ റേപ്പ്. അല്ലാതെ ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ റേപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സമ്മതം കൊടുത്തു. ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് തോന്നി, യു ക്യാൻ വിത്ഡ്രോ. അപ്പോൾ ആദ്യം ഓക്കെ പറഞ്ഞു, ഇല്ല ഇപ്പോൾ എനിക്ക് പറ്റില്ല, നോ പറയാം, നോ സ നോ. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ ആ സമയത്ത് നമ്മൾ പേഴ്സണലി എടുക്കുമോ? ഒബ്വിയസ്ലി നമ്മൾ സെക്ഷലി ഭയങ്കര അറൗസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അല്ലെങ്കിൽ നോ പറയുമ്പോൾ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരാം. നമുക്ക് നല്ലൊരു ടേൺ ഓഫ് ആയിരിക്കും. നമുക്ക് ഭയങ്കര വിഷമം തോന്നും, ദേഷ്യം തോന്നും. ചില ആൾക്കാർ വളരെ അഗ്രസീവ് ആകും ഈ നോ കേൾക്കുമ്പോൾ. ഇത് എല്ലാം സംഭവിക്കാമെന്നുള്ള എപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാതെ അത് ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാളൊരു നോ പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ആൾക്ക് അൺകംഫർട്ടബിളാണ്, അല്ലെങ്കിൽ ആൾക്ക് ഇപ്പോൾ അത് അങ്ങോട്ട് തുടരണ്ട എന്ന് പറയുമ്പോൾ ആ നോ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഓക്കെ ദാറ്റ് ഡസൻറ്റ് മീൻ ഷീ ഹെയ്റ്റ്സ് യു, ദാറ്റ് ഡസൻറ്റ് മീൻ ഹീ ഹെയ്റ്റ്സ് യു. ആണുങ്ങളും കൺസെൻറ്റ് കൊടുക്കണം. ആണുങ്ങളും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് മാത്രമുള്ള സാധനമല്ല കൺസെൻറ്റ്. ആണുങ്ങളും ഇപ്പോൾ ഒന്ന് ചെയ്യാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇത് പൊതുവേ പെണ്ണുങ്ങൾ മാത്രം കൊടുക്കുന്നതെന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. തിരിച്ചും സംഭവിക്കാം. അപ്പം നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ആണുങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്.
സെക്സ് എന്ന് പറയുന്നത് പെനട്രേഷൻ മാത്രമല്ല അല്ലേ. അപ്പോൾ ഒരാൾ സംസാരിക്കാൻ വരുമ്പോഴേക്കും സെക്ഷൽ അഡ്വാൻസസ് ചെയ്യുമ്പോൾ മറ്റേ പറയാണ് വേണ്ട എനിക്കിന്ന് ചെയ്യണ്ട, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഇയാളുമായിട്ട് അങ്ങനെ ഇൻവോൾവ് ചെയ്യും. അത് കേൾക്കാൻ പഠിക്കുക, ല്യൂർ ചെയ്യുക കൺസെൻഷ്വൽ അല്ലല്ലോ അവിടെ വരുന്നത്. സോ ഇത് 2 ജെൻഡേഴ്സിനും ബാധകമാണ്, എല്ലാ ജെൻഡേഴ്സിനും ബാധകമാണ്. ഈ സ്റ്റെപ്പ് നീഡ് കൺസെന്റ് അല്ലേ? അതിപ്പോൾ നമ്മൾ ചോദിച്ചു പറഞ്ഞു അത് ടേൺ ഓഫ് ആകില്ലോ എന്ന്, ഇത് നമുക്ക് ആ ഫ്ലോയിൽ മനസ്സിലാകും. അപ്പോൾ ചോദിക്കുമ്പോൾ ഐ ഓക്കെ, ഐ കംഫർട്ടബിൾ. ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാകും കുറേയൊക്കെ. മറ്റേ ആൾ ഇച്ചിരി റെസിസ്റ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പറയേണ്ടി വരും അല്ലേ. നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ആ ഒരു പുഷ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന രീതിയിലോ ബ്രെത്ത് എടുക്കുന്ന രീതിയിലൊക്കെ നമുക്കത് മനസ്സിലാകും. അല്ലെങ്കിൽ ചോദിക്കുക, ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമ്പോൾ ചോദിക്കുക ഐ ഓക്കെ, ഡു യു വോണ്ട് ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ വേണ്ട. ആക്ച്വലി കൺസെൻറ്റ് ചോദിക്കുന്നത് വളരെ സെക്സി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് കുറേ ചോദിച്ചു. അപ്പം ഇത് ഒരു ഗ്രീൻ സിഗ്നലാണ് അല്ലെങ്കിൽ ഇതൊരു ഗ്രീൻ ഫ്ലാഗാണ് എന്ന് ഒരു റിലേഷൻഷിപ്പിൽ എന്ന് ഡോക്ടർ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ? റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളൊരു റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ എന്ന് പറയുക കുമ്പിട്ട് നിൽക്കുക, അത് നമസ്കരിക്കുക, അതല്ല. ഒരു കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും നമ്മളൊരു പബ്ലിക് സ്പേസിലാണെങ്കിലും മറ്റൊരു ഹ്യൂമണിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ പാർട്ട്ണറിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഐ വുഡ് സേ ദ ബെസ്റ്റ് ഗ്രീൻ ഫ്ലാഗ്. സോ ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റേ ആളെ കൺസിഡറേഷൻ അതുണ്ടാവും അല്ലേ. ഒരു കൺസിഡറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസസ് ഉണ്ടാവും, കൺസിഡറേറ്റ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ മറ്റേ ആളെ ടൈം റെസ്പെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്പേസ് റെസ്പെക്റ്റ് ചെയ്യും, ആളുടെ ഫ്രണ്ട്ഷിപ്സിനെ റെസ്പെക്റ്റ് ചെയ്യും. ആൾക്ക് വേറെ ലൈഫുണ്ട്, ആളൊരു ഇൻഡിവിജ്വൽ ആണെന്ന് നമ്മൾ കാണാൻ തുടങ്ങും. സോ ഐ വുഡ് സേ റെസ്പെക്റ്റ് ഇസ് ദ ഗ്രീനസ്റ്റ് ഓഫ് ദ ഗ്രീൻ ഫ്ലാഗ്സ്. ആൻഡ് വാട്ട് ഈസ് എ റെഡ് ഫ്ലാഗ്? അബ്യൂസ് അത് ഇൻ നോ വേ, അത് ഫിസിക്കൽ, എമോഷണൽ, സെക്ഷൽ, എവ്രിതിങ്. സോ ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര നല്ലതാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കുറേ തവണ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും മറ്റേ ആളിൽ നമ്മളിങ്ങനെ ഒരു വാതിലടിച്ച് പുറത്താക്കുന്ന പോലെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ അവർ ചെയ്യണ്ടേ? അപ്പോൾ ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചില ആളുകൾ. അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റില്ലേ, അപ്പം മിണ്ടാതാവോ? അപ്പോൾ ഈ ചില ആളുകൾ തെറപ്പിയിൽ വരും, ഡോക്ടർ എനിക്ക് ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. സോ ആക്ച്വലി മേ ബി ഇറ്റ് ഈസ് റൂട്ടഡ് ഫ്രം ദിയർ ചൈൽഡ്ഹുഡ് തിങ്സ്. ഓക്കെ, എന്നുവെച്ചാൽ ചിലപ്പോൾ അത് കണ്ടു വന്നിട്ടുള്ള പാറ്റേൺ അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അടികൊള്ളുമായിരിക്കും. അപ്പോൾ നമ്മൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ സേഫ് ആക്കി വെക്കാൻ വേണ്ടി. അപ്പോൾ അതിവിടെ കാണിക്കുന്നതായിരിക്കും. ചിലപ്പോൾ വിഷമം കാരണം പറയാൻ പറ്റാതെ, പക്ഷെ മറ്റേ ആൾക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാം. സോ ഈ പറഞ്ഞ പോലെ ഈ റെഡ് ഫ്ലാഗ്സിൽ ഭയങ്കരമായിട്ട് ഈ നോയിങ്ലി റെപ്പറ്റേറ്റീവ് പാറ്റേൺ വരുമ്പോഴാണ് പ്രശ്നം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പോളജൈസ് ചെയ്തിട്ട് നമുക്ക് എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ യു ക്യാൻ ട്രൈ വർക്കിംഗ് ഇറ്റ് ഔട്ട്. നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ആൾക്കാർ പൊതുവേ അങ്ങനെ വരാറില്ല, പക്ഷെ ചില ട്രേറ്റ്സ് ഒക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ഇത്രയും പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്തു ആസ് എ സൈക്കാട്രിസ്റ്റ്, ആസ് എ സെക്സോളജിസ്റ്റ്, ആസ് എ തെറാപ്പിസ്റ്റ്. അപ്പോൾ എന്തായിരിക്കും ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് ദാറ്റ് യു വാണ്ട് ടു ഗിവ്? നിങ്ങൾ ഗ്രീൻ ഫ്ലാഗ്സും റെഡ് ഫ്ലാഗ്സും ഒക്കെ നോക്കി നടക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ തന്നെ ഗ്രീൻ ഫ്ലാഗ്സും റെഡ് ഫ്ലാഗ്സും അറിയുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളുടെ നെഗോഷ്യബിൾ, നോൺ നെഗോഷ്യബിൾ ഫാക്ടേഴ്സ്, ഓക്കെ, അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അത് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി നമ്മളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. എക്സാക്ട്ലി. സോ നോ യുവർ സെൽഫ് ആൻഡ് ബ്രിങ് യുവർ സെൽഫ് ആസ് എ ഗുഡ് പേഴ്സൺ. അതിന് നിങ്ങൾക്ക് തെറപ്പിയൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പഠിക്കും. കാര്യം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളെല്ലാം അടിപൊളിയാണ്, നമ്മൾ ആരെയും ശല്യപ്പെടുത്തുന്നില്ല, നമ്മളെയുമായിട്ട് ശല്യപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോഴാണ് നമ്മുടെ ചെറിയ ചെറിയ പ്രോബ്ലംസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ഫെയിലിയറൊക്കെ കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക. അറ്റ്ലീസ്റ്റ് ദെൻ വർക്ക് ഓൺ യുവർ സെൽഫ്. മനസ്സിലാക്കിയിട്ട് ആ ഒരു ഗ്രീൻ ഫ്ലാഗ്സ് ആൻഡ് റെഡ് ഫ്ലാഗ്സ് നമ്മുടെ കുറച്ച് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഐ മീൻ റെഡ് ഫ്ലാഗ്സ് സ്ട്രോങ് ആക്കാനല്ല, അത് മനസ്സിലാക്കിയിട്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിൽ വർക്ക് ചെയ്യുക. പിന്നെ
കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ റെഡ് ഫ്ലാഗ്സും നിങ്ങൾക്ക് പറ്റിയ ഗ്രീൻ ഫ്ലാഗ്സും കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ഒട്ടും മദ്യപാനം പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിക്കുന്ന ഒരാളെ നിങ്ങൾക്കൊരു റെഡ് ഫ്ലാഗ് ആയിരിക്കും അല്ലേ. അല്ല ഇപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരാളാണ്, മറ്റേ ആൾ ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് അതൊരു സ്ട്രെസ്സ് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒത്തിരി ട്രാവൽ ചെയ്യണം, മറ്റേ ആളൊരു കൗച്ച് ബോഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ല, നിങ്ങൾക്ക് റിസെൻമെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുമോ, മിഡിൽ ഗ്രൗണ്ട് നടക്കുമോ എന്നൊക്കെ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചുമ്മാ ഇങ്ങനെ ഞാൻ ഇയാൾ ശരിയാക്കിയെടുക്കാം, ഞാൻ ഇയാളൊരു പ്രൊജക്റ്റായിട്ട് വെച്ചേക്കാം, അത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് ആരെയും മാറ്റാൻ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആവാൻ പറ്റില്ല, നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. അവരായിരിക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടോ, അതോ ഇവരിങ്ങനെയൊക്കെ മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുള്ളൂ എന്നുള്ളതാണ്. സോ അവരായിരിക്കെ തന്നെ നിങ്ങൾക്കൊരു 80-90% ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെ. പിന്നെ ആദ്യം കാണിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് ഉണ്ടാവണം എന്നില്ല. പിന്നെ കല്യാണം കഴിയുമ്പോഴേക്കും ഇപ്പോൾ കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ഇതിനേക്കാൾ നന്നാവും ഒരിക്കലും വിചാരിക്കേണ്ട. അതിന് എഫേർട്സ് ഇട്ടാലേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ എക്സ്പൊണൻഷ്യലി കൂടത്തേ ഉള്ളൂ. ഒരു നല്ലൊരു റെഡ് ഫ്ലാഗ് എനിക്ക് ഒട്ടും പറ്റാത്തതാണെങ്കിൽ ഇത് വേഴ്സ് ആകത്തേ ഉള്ളൂ. സോ അത് നമ്മൾ ഭയങ്കര അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മാരേജ് അങ്ങനെ ആകുമ്പോൾ രണ്ടുപേര് ഒരു ജീവിതം കൊണ്ടുപോകുന്നു അങ്ങനെയാണല്ലോ. പക്ഷെ ഇതിലും ബൗണ്ടറീസ് വേണം എന്നൊക്കെ ഇപ്പം മനസ്സിലാക്കുന്നു നമ്മൾ. അപ്പം എങ്ങനെയാണ്, ഹൗ ഡു യു കീപ് ബൗണ്ടറീസ് ഇൻ സോ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴും രണ്ടാളുകളാണ് അല്ലേ, രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം എന്നുള്ളതാണ്. ശരിയാണ്, ചില മേർജിങ്സ് ഉണ്ടാവും, ചില എക്സ്ചേഞ്ച് ഓഫ് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ടാവും. പക്ഷേ എന്നാലും നമുക്ക് ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞതുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു ലോകവും നമ്മുടേതായ ഒരു ജീവിതവും കൂടെ ഉണ്ടാവണം. അതിലോട്ട് ഈ ആളെയും കൂടെ ചേർക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് പോവുക, അല്ലാതെ നമ്മുടെ വേൾഡ് മൊത്തം മറ്റേ ആളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കരുത്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറ്റേ ആൾക്ക് ഭയങ്കര ഒരു ബേർഡനാവും. ഓക്കെ, അങ്ങനെ ആവാതെ പിന്നെ എല്ലാ കാര്യവും ഈ ഫോൺ ചെക്ക് ചെയ്യുക, അത് ഇത് എല്ലാ ഡീറ്റെയിൽസും വേണം എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. മറ്റേ ആൾക്ക് ബ്രീത്ത് ചെയ്യാനൊരു അവസരം കൊടുക്കുക എന്നുള്ള, എന്താ സ്വാതന്ത്ര്യം കൊടുക്കാനുള്ളതല്ല എന്ന് പറയുന്ന പോലെ കൊടുക്കാനുള്ളതല്ല. പക്ഷേ മറ്റേ ആളൊരു ഇൻഡിവിജ്വൽ ആണ്, അങ്ങനെ പിടിച്ചിരിക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പേസ് അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ കൺട്രോളിലുള്ള ഒരാളൊന്നുമല്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും പോകേണ്ടവരൊക്കെ പോവും, നിൽക്കേണ്ടവരൊക്കെ നിൽക്കും. അത് ഹെൽത്തി ആയിട്ട് ചെയ്യുക എന്നുള്ളത്, അതായത് ടു മച്ച് ആവാതെ. പിന്നെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ, ഞാൻ എപ്പോഴും ഫോൺ ചെക്ക് ചെയ്താൽ, ഞാൻ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ നോക്കിയാൽ, അങ്ങനെ വാച്ച് ചെയ്താൽ, സർവൈലൻസ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമില്ല. എല്ലാ കാര്യങ്ങളും മറ്റേ ആളുടെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുക എന്നുള്ളത്, നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ്. ചില ആൾക്കാർ വളരെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആക്കുക. ചില ആൾക്കാർ ടു ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചൊന്ന് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഐ വുഡ് സേ ദാറ്റ്സ് എ ബൗണ്ടറീസ് യു ഷുഡ് കെയർ. ഒരു റിലേഷൻഷിപ്പ് ഇപ്പം ടോക്സിക് എന്നുള്ള വാക്ക് നമ്മൾ കുറച്ച് കൂടുതൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. ലൈക്ക് ജസ്റ്റ് ഒരു ചെറിയ കാര്യങ്ങൾ ഹീസ് ടോക്സിക് അല്ലെങ്കിൽ ഷീസ് ടോക്സിക്. അപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഒരു റിലേഷൻ എന്ന് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുക? സോ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ അബ്യൂസ് ആയിക്കോട്ടെ, എന്തു തരത്തിലുള്ള അബ്യൂസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു പാറ്റേൺ, മറ്റേ ആളെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് നമ്മൾ എത്ര മനസ്സിലാക്കിയിട്ടും അത് ഒരു സോറി പറഞ്ഞിട്ടും, ചില ആൾക്കാർ സോറി പോലും പറയാറില്ല, ഇത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദർ ഇസ് എ പാറ്റേൺ. അങ്ങനെയുള്ള സമയത്താണ് ഇത് ടോക്സിക് ആവുന്നത്. ഈ ചില പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് ഒച്ച വയ്ക്കും, നമ്മൾ ചിലപ്പോൾ അനാവശ്യമായി കരയാം, ചിലപ്പോൾ മിണ്ടാതിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെയാണെങ്കിലോ, എല്ലാ ദിവസവും ഇങ്ങനെയാണെങ്കിലോ, ഒരു സമാധാനവും നമുക്ക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലോ, അങ്ങനെ വരുമ്പോൾ അല്ലേ, അപ്പോൾ നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അടിക്കുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു തവണ അടിക്കുന്ന പോലും സഹിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ സിറ്റുവേഷൻസ്, ചില ആൾക്കാർ പറയും അവൾ ചോദിച്ച് വാങ്ങിച്ചാന്ന് പറയും. എങ്ങനെയാണ് ചോദിച്ച് വാങ്ങുന്ന ഒരു മനുഷ്യൻ ഒരാളുടെ അടുത്ത് നിന്ന് അടിയൊക്കെ? അപ്പോൾ ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആവുന്നത് റെപ്പറ്റേറ്റീവ് പാറ്റേൺസ് ഓഫ് അബ്യൂസ്, അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് പാറ്റേൺസ് വെയർ യു ആർ അൺകംഫർട്ടബിൾ, യു ആർ ഡിസ്റെസ്പെക്റ്റഡ്. നിങ്ങളോട് ആ ഒരു പരസ്പര ബഹുമാനമില്ല. ഗ്രീൻ ഫ്ലാഗ് റെസ്പെക്റ്റ് ആകുന്നത് പോലെ റെഡ് ഫ്ലാഗ് ഡിസ്റെസ്പെക്റ്റ് ആവും. അവിടെയാണ് അത് റെപ്പറ്റേറ്റീവായിട്ട് നമുക്കൊരു ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ, നമ്മൾ എക്സൽസിൽ നടക്കുന്ന പോലെ നമുക്ക് മനസ്സിലാവും നമ്മൾ അൺകംഫർട്ടബിൾ ആകുമ്പോൾ. എന്നിട്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും നമുക്ക് മനസ്സിലാവും. നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് കുറേ സമയങ്ങളിൽ. നമുക്ക് പണ്ടേ
മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു പ്രശ്നമാണ്, ഞാൻ ഹാപ്പി അല്ല. കണ്ടിന്യൂസ്ലി ഹാപ്പി അല്ലാത്തൊരു റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. കേൾക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഷിബില, എന്നെ വിളിച്ചതിന്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബിൽ പറയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ ഇരുന്നിങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എനിക്കും കുറേ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ സ്പൈറലൊക്കെ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് പറയാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. യു മെയ്ഡ് മീ വെരി കംഫർട്ടബിൾ. താങ്ക് യു.